Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും, പുതിയ ശമ്പള പരിഷ്കരണമാണോ CACB ബന്ധപ്പെട്ടത്? അല്ലേ? അല്ല. CACB ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ എക്സാമുകൾക്ക് ചോദിക്കാനും അതുപോലെ തന്നെ അത് മാത്രമല്ലാതെ നമ്മളുടെ ഏറ്റവും അറിവിലേക്ക് കൂടി നമ്മൾ അറിയേണ്ട കോപ്പറേറ്റീവ് ലോയിലെ ചില ദിവസങ്ങളുടെ കണക്കുകളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം പറഞ്ഞു വന്നത് എന്താണ്? CACB ജോലി മേടിക്കണമെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് CACB എക്സാം എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്തേക്കുക. അവ പുതിയ ചുവടുവയ്പുമായിട്ട് അതായത് 2026 സഹകരണ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. അപ്പൊ ഈ ഒരു സമയം എത്ര കാര്യങ്ങളാണ് ഈ ഒരു വർഷം നമുക്ക് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വേഗം ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബാങ്കില് വേക്കൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ലർക്ക് ആയിക്കോട്ടെ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിക്കോട്ടെ, എത്ര നാൾക്കകം CACB അത് അറിയിക്കണം, ബാങ്ക് അറിയിക്കണം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. റിപ്പോർട്ടിംഗ് ഓഫ് വേക്കൻസീസ് ബൈ ദി സൊസൈറ്റി, ബോർഡ്, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഓർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ടു ദി CACB ഫ്രം ദി ഡേറ്റ് ഓഫ് ദി വേക്കൻസി അറൈസ്. അതായത് എന്താണ്, എത്ര നാൾക്കകം എന്ത് ചെയ്തിരിക്കണം, CACBയിൽ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. എന്താണ്, 3 മാസം അല്ലേ? അതായത് ഒരു ബാങ്കിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ വേക്കൻസി ഉണ്ടായി 3 മാസത്തിനകം അവരെന്ത് ചെയ്തിരിക്കണം, CACBനെ അറിയിച്ചിരിക്കണം ഈ ബാങ്കിൽ വേക്കൻസി ഉണ്ട് എന്ന് നിർബന്ധമായും അറിയിച്ചിരിക്കണം. അടുത്തത്, ദി എക്സാമിനേഷൻ ബോർഡ് കണ്ടക്ട് ദി റിട്ടേൺ എക്സാം and furnishes the list of the eligible candidate to the societies or committee. എന്താണ് പറയുന്നത്? CACB എക്സാം കണ്ടക്ട് ചെയ്തിട്ട് ഇന്റർവ്യൂവിന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്തിരിക്കണം, 3 മാസത്തിനകം എക്സാം നടത്തി 3 മാസത്തിനകം എന്ത് ചെയ്തിരിക്കണം, അവരുടെ ലിസ്റ്റ് ബാങ്കിന്റെ കമ്മിറ്റിക്ക് ആര് നൽകണം, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നൽകിയിരിക്കണം. അടുത്തത്, the committee conduct interviews of the candidates after the receipt of the list from the examination board. എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം CACB എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് എക്സാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആദ്യം ഒരു പ്രൊവിഷണൽ ഷോർട്ട് ലിസ്റ്റ് ഇടൂലേ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കംപ്ലൈന്റ് ചെയ്യാനൊക്കെ പറ്റും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് ഇടും. ഈ ഒരു ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 1 മാസത്തിനകം എന്ത് ചെയ്തിരിക്കണം, ബാങ്ക് അതിന്റെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം. വെറുതെ അല്ല, എങ്ങനെയാണ്, ഈ ഒരു ബോർഡ് എന്ത് ചെയ്യണം, CACB എന്ത് ചെയ്തിരിക്കണം, എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അതായത് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്തിരിക്കണം, ബാങ്കിന് അതായത് ബാങ്കുകൾക്ക് കൊടുക്കും. ആ ഒരു ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ 1 മാസത്തിനകം എന്ത് ചെയ്യണം, ബാങ്ക് ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യം നമ്മൾ ഒരു ബാങ്കിൽ വേക്കൻസി ഉണ്ടായി കഴിഞ്ഞാൽ 3 മാസത്തിനകം എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണമെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് എക്സാം എത്ര നാൾ കൊണ്ട് കണ്ടക്ട് ചെയ്യണമെന്ന് പഠിച്ചു. അടുത്തത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ എന്നൊരു ചലഞ്ച് ഉണ്ട്. ഇന്റർവ്യൂ എത്ര മാർക്കിനാണ്, നമുക്ക് 20 മാർക്കിനാണ് ഇന്റർവ്യൂ ഉള്ളത്. അത് ആ ഒരു എലിജിബിൾ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര നാൾക്കകം, 1 മാസത്തിനകം ഇന്റർവ്യൂ ആര് കണ്ടക്ട് ചെയ്യണം, അതാത് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ അല്ലെങ്കിൽ സൊസൈറ്റികളുടെ കമ്മിറ്റി എന്ത് ചെയ്തിരിക്കണം, കണ്ടക്ട് ചെയ്തിരിക്കണം. അടുത്തത്, the committee returned the list of the candidate to CACB noting mark obtained in the interview after conducting interviews. എന്താണ്, നമ്മുടെ ഒരു ലിസ്റ്റ് കൊടുക്കുമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ആ ലിസ്റ്റിന്റെ അകത്ത് എന്തില്ല, ആരുടെയും മാർക്ക് ഉണ്ടാവില്ല. അതായത് നമുക്ക് എഴുത്ത് പരീക്ഷയിൽ എത്ര മാർക്ക് ഉണ്ടെന്നുള്ള ആർക്കറിയാൻ പറ്റില്ല, ആ ഒരു ബോർഡിന് അറിയാനായിട്ട് പറ്റത്തില്ല. ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടും അതുപോലെ കുറച്ച് സീക്രസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് CACB എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ എന്ന പ്രക്രിയ നടത്തുന്നത്. അപ്പം നമ്മുടെ അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അത്തരം കാര്യങ്ങൾ മാത്രമായിരിക്കും ആ ലിസ്റ്റിൽ ഉണ്ടാവുക. ആ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്റർവ്യൂ നടത്തി. 1 മാസത്തിനകം ഇന്റർവ്യൂ നടത്തും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ദി കമ്മിറ്റി റിട്ടേൺ ദി ലിസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ് ടു CACB നോട്ടിംഗ് ദി മാർക്ക് ഒബ്റ്റൈൻഡ് ഇൻ ദി ഇന്റർവ്യൂ ആഫ്റ്റർ കണ്ടക്ടിങ് ഇന്റർവ്യൂ. അതായത് ഇന്റർവ്യൂ നടത്തിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ, ഇന്റർവ്യൂ തീർന്നു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം എന്ത് ചെയ്തിരിക്കണം, ആ ബാങ്കിന്റെ ബോർഡ് CACBയിലോട്ട് എന്ത് ചെയ്തിരിക്കണം, ഓരോ ഉദ്യോഗാർത്ഥിക്കും കിട്ടിയ മാർക്ക് അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്തിരിക്കണം, തിരിച്ച് അയച്ചിട്ടിരിക്കണം. അടുത്തത്, ദി എക്സാമിനേഷൻ ബോർഡ് നോട്ട് മാർക്സ് സെക്യൂർഡ് ഇൻ ദി റിട്ടേൺ എക്സാം ആൻഡ് ദി റിട്ടേൺസ് ദി കൺസോളിഡേറ്റഡ് ലിസ്റ്റ് വിത്ത് ടോട്ടൽ മാർക്ക് ഫോർ ദി ഈച്ച് കാൻഡിഡേറ്റ്. ഇനി എന്ത് ചെയ്യും,
CSEB എന്ത് ചെയ്യും, ഇന്റർവ്യൂവിന് കിട്ടിയ മാർക്കും അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ എക്സാമിന് കിട്ടിയ മാർക്കും കൂടി എന്ത് ചെയ്യും, കൺസോളിഡേറ്റ് ചെയ്യും ഒരാഴ്ചക്കുള്ളിൽ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, CSEB prepare the rank list based on the consolidated list and publish it from the date of the preparation of the mark list. ഈ ഒരു മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട്, നോട്ട് ചെയ്യുക, പ്രിപ്പയർ ചെയ്തിട്ട് 20 ദിവസത്തിനകം എന്ത് ചെയ്യണം, അത് പബ്ലിഷ് ചെയ്യണം, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റിന് എത്ര വർഷം കാലാവധിയുണ്ട്, CSEBയുടെ PYQ ആണ് 2 വർഷം. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 വർഷത്തേക്ക് ആ ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. ആ ഒരു സമയത്ത് എന്ത് കിട്ടും, അതിന് നമ്മുടെ റാങ്ക് താഴെയാണെങ്കിൽ പോലും മുകളിലുള്ള ആളുകൾ വേറെ ബാങ്കിലേക്കോ അല്ലെങ്കിൽ വേറെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് നേടുവാനായിട്ടുള്ള അവകാശമുണ്ട്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2 വർഷം. ഇനി ടൈം ഫ്രെയിം ഫോർ ദി കമ്മിറ്റി ടു മേക്ക് ഓൾ അപ്പോയിന്റ്മെന്റ് ടു വേക്കൻസീസ് ഫ്രം ദി ഡേറ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് പബ്ലിക്കേഷൻ. അതായത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ 1 മാസത്തിനകം എന്ത് ചെയ്യണം, ആ ബാങ്കിന്റെ കമ്മിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കമ്മിറ്റി എന്ത് ചെയ്തിരിക്കണം, ആ പോസ്റ്റുകളിലേക്ക്, ഒഴിവന്ന പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് നടത്തണം. അപ്പൊ നമ്മള് കുറച്ച് ദിവസങ്ങളുടെ കണക്കുകളാണ് പറഞ്ഞത് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ചുമ്മാ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ചുമ്മാ ഞാനൊരു റഫ് ഫിഗർ പറയാം. നിങ്ങൾ നോക്കിക്കേ, 3 മാസം വേക്കൻസി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ്, 3 മാസത്തിനകം എന്ത് ചെയ്യും, ആ ബാങ്ക് ആർക്ക് റിപ്പോർട്ട് ചെയ്യും, CSEBയിൽ റിപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് ഏതാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനകം എക്സാം കണ്ടക്ട് ചെയ്യും. അപ്പൊ എഗെയിൻ ഞാൻ ഒരു 3 മാസം എഴുതുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്കുള്ള സംബന്ധിച്ചുള്ളത്, എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം. അതിന് എത്ര സമയമാണ് പറയുന്നത്, 1 മാസമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 1 വീക്കിന്റെ കാര്യം പറയുന്നുണ്ട്, ലിസ്റ്റ് തിരിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ 1 വീക്ക് എന്തിനു വേണ്ടിയിട്ടുണ്ട്, കൺസോളിഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഒരു 20 ദിവസം എന്തിനു വേണ്ടിയിട്ടുണ്ട്, ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ 1 മാസം പറയുകയാണ്. എല്ലാം കൂടെ ചേർത്ത് 1 മാസം, മാക്സിമം 1 മാസം. അപ്പം അതിനുശേഷം അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടും 1 മാസം. നോക്കിക്കേ, ഇതെല്ലാം കൂടെ ഞാൻ കൂട്ടിയാണ് 3 3 6 1 7 1 8 1 9 മാസത്തിനകം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സഹകരണ മേഖലയിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ജോലി സ്വന്തമാക്കുവാനായിട്ട് വെറും എത്ര മാസമാണ്, 9 മാസം മതി. ഈ ഒരു 9 മാസത്തിനുള്ള, സാധാരണ നമ്മൾ PSC എക്സാം നടക്കുകയാണെങ്കിൽ ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരുപാട് ഡിലേ വരും. ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു 3 മാസത്തിനകം എക്സാം നടക്കൂലേ. ഇനി അതിന്റെ ലിസ്റ്റ് വന്നെങ്കിൽ എന്താണ്, കുറെ കാലതാമസമുണ്ട്, എക്സാം നടക്കണമെങ്കിൽ താമസമുണ്ട്, അങ്ങനെ ഒരുപാട് താമസമുണ്ട്. പക്ഷേ CSEBയിൽ അങ്ങനെയല്ല, 9 മാസം. അപ്പൊ ഈ ഒരു 9 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്താണ്, അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിൽ കിട്ടി നിങ്ങൾക്ക് ജോലി പ്രവേശിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം, നിങ്ങൾ കൃത്യമായി പഠിക്കണം. അപ്പം ഇൻ കേസ് നിങ്ങൾ ഒരു തുടക്കക്കാരനായിക്കൊള്ളട്ടെ, അല്ല എങ്കിൽ കട്ട് ഓഫിന് തൊട്ടടുത്തെത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് എത്താൻ പറ്റാതെ പോയവരായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിലും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് CCയിൽ പുതിയ 3 മന്ത് 6 മന്ത് ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബോർഡ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ടഫായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഏതാണ്, GK ആണ് അല്ലേ. അപ്പൊ ഈ GK നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ CC ആപ്പിന്റെ അകത്ത് ഫ്രീ ആയിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷനുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ചെറിയ ക്വിസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും അതുപോലെ തന്നെ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് GKയുടെ ഭാഗം കൂടി കൂടുതൽ മാർക്ക് മേടിച്ചുകൊണ്ട് 2026 തീരുന്നതിന് മുൻപ് നിങ്ങൾ സ്വപ്നം കണ്ട ജോലിയിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. ആ ഒരു ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്